ഇനി Next.jsന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റിയാക്റ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ Next.js കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് റിയാക്റ്റിലായാലും Next.jsലായാലും നമ്മൾ എഴുതുന്നതെല്ലാം ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് അല്ലേ? ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ പോലും ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ പോലും അതിനെ കൺവേർട്ട് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ആക്കിയാൽ മാത്രമേ നമ്മുടെ ബ്രൗസറിന് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിയാക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു വലിയൊരു ചങ്ക്സ് ഓഫ് ഒരു ബണ്ടിൽ നമ്മുടെ ബ്രൗസറിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ നമ്മുടെ Next.js വെച്ചിട്ട് ചെയ്യുന്ന പ്രോജക്റ്റും വളരെ വലുതാണെങ്കിൽ പോലും Next.js എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കോഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചിട്ട് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും വലിയ ചങ്ക്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ അത് ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും വലിയ ഒരു JS ഫയലാണെങ്കിൽ പോലും ഇതിനകത്ത് ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ ഹോം പേജിന് വേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ വേറൊരു പേജിന് വേണ്ടത്. ഇനി ഇതിനകത്ത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് വേറെ വേറെ കമ്പോണൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനെയെല്ലാം നമ്മുടെ Next.js ചെറിയ ചെറിയ ചങ്ക്സ് ആക്കി മാറ്റും. എങ്ങനെ? കോഡ് സ്പ്ലിറ്റിംഗ് ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ പേജിൽ കാണിക്കുന്നത് നമുക്കിപ്പം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആസ് നീഡഡ്, അല്ലെങ്കിൽ എപ്പോഴാണോ ഈ ഒരു കോഡ് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇത് പെട്ടെന്ന് റെഡിയാക്കി നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ലോഡ് ടൈം വളരെയധികം കുറവായിരിക്കും. യൂസർ എക്സ്പീരിയൻസ് വളരെയധികം സൂപ്പർ ഓസം ആയിരിക്കും അല്ലേ Next.js വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പം കോഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ Next.jsന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ് അല്ലേ? പിന്നെ നമുക്ക് സെർവർ സൈഡ് റെൻഡറിങ് നമുക്ക് ലഭ്യമാവുന്നുണ്ട് അല്ലേ? പിന്നെ ഇനിഷ്യൽ ലോഡ് ടൈം ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം SEO ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്കറിയാം കോഡ് സ്പ്ലിറ്റിംഗ് അല്ലേ? അപ്പം ഈ ഒരു കോഡ് സ്പ്ലിറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം കോഡ് സ്പ്ലിറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ റെൻഡറിങ് കമ്പോണൻസ് ആസ് നീഡഡ് അല്ലേ? ഇതൊരു വലിയൊരു ഫാക്റ്റ് ആണ് അല്ലേ? കാരണം അത്രയും സ്പീഡായിട്ട് നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ റൗട്ടിംഗ് ആണ് അല്ലേ? റൗട്ടിംഗ് അതായത് API റൗട്ടിംഗ് കേട്ടോ. നേരത്തെ നമ്മൾ ആദ്യം പഠിച്ചത് നമ്മുടെ പേജിൽ നിന്ന് പേജിലേക്ക് പോകുന്നതാണ്. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം API റൗട്ടിങ്ങും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ Next.js വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഹൗ ടു സ്റ്റാർട്ട് Next.js പ്രോജക്റ്റ്, നമ്മുടെ പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ സെർവർ സൈഡ് കമ്പോണൻറ്റും ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റും എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വെൻ ടു യൂസ് സെർവർ സൈഡ് കമ്പോണൻസ്, വെൻ ടു യൂസ് ക്ലയൻറ്റ് സൈഡ് കമ്പോണൻസ്, അതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇംപ്ലിമെൻറ്റിങ് റൗട്ട്സ്, നമ്മൾ തിയറിയിൽ കണ്ടായിരുന്നു റൗട്ട്സിനെ പറ്റി, അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഡൈനാമിക് റൗട്ട്സ്, കാരണം നമ്മുടെ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പേജൊക്കെ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് പേജിൻ്റെ ഡീറ്റെയിൽ പേജോ അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ ID വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് റൗട്ടിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ഡാറ്റ ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ Next.jsൽ നമുക്ക് സെർവർ സൈഡ് റെൻഡറിങ് ഉണ്ട്,
സ്റ്റാറ്റിക് സൈറ്റ് ജനറേഷൻ ഉണ്ട്, ഇൻക്രിമെൻ്റൽ സ്റ്റാറ്റിക് ജനറേഷൻ ഉണ്ട്. ഇത് മൂന്നും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് സെർവർലെസ് ഹാൻഡ്ലേഴ്സിനെ പറ്റി പഠിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മുടെ Next.js SEO ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അപ്പോൾ SEO ഫ്രണ്ട്ലി ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോട്ട് വരുമ്പം പേജ് അവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഗൂഗിൾ ബോട്ട് ക്രോൾ ചെയ്യുമ്പോൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മെറ്റാഡേറ്റയാണ് കേട്ടോ. അപ്പോൾ മെറ്റാഡേറ്റ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ പേജിനകത്ത് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ എവിടെയെങ്കിലും പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും റെഫർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ അത് കമൻറ്റിൽ ദയവ് ചെയ്ത് പറയുക. കാരണം ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളല്ല കേട്ടോ. കാരണം ഞാനിത് 100% പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ അത് ഒരുപാട് സമയമെടുക്കും. കാരണം ഞാൻ Next.jsലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇപ്പം 1 വർഷത്തോളം ആവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസ് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ഈ ഒരു Next.js. അപ്പോൾ ഇപ്പോൾ നല്ല ഡിമാൻഡ് ആയി വരുന്ന ഒരു ഫ്രെയിംവർക്ക് കൂടിയാണ് നമ്മുടെ Next.js. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പൂർണ്ണമായിട്ടും പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലേക്ക് Next.js ഞാൻ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. റിയാക്റ്റും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിക്കുന്നതിനോടൊപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴും എനിക്കതിൽ നല്ല രീതിയിലുള്ള കമൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ Next.jsഉം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. അതിനുശേഷം നമുക്കൊരു പ്രോജക്റ്റൊക്കെ ചെയ്ത് നോക്കണം അല്ലേ.